ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളുടെ കുടുംബത്തിലെ കുടുംബ സംഗമമാണ്. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഗമം. രാവിലെ 10 മണിക്കാണ് തുടങ്ങുന്ന പരിപാടി. 10:30 തൊട്ട് തുടങ്ങും, രാത്രി 8 മണി വരെയാണ്. നമ്മുടെ ഇവിടെ അഷ്ടമുടി കായലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു റിസോർട്ടിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതേ റെഡി ആയിട്ട് നിൽക്കുക. ഇറങ്ങാനുള്ള ആ ഒരു ലാസ്റ്റ് സമയത്ത് നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു തിരക്കും ഇതൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തും. ഏകദേശം നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും എത്താൻ പറ്റില്ല, കാരണം നമ്മളുടെ നാട്ടിലില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ മാറ്റി നമ്മുടെ കുടുംബത്തിലുള്ള ഒട്ടുമിക്ക എല്ലാവരും എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം ഇത്രയും മണിക്കൂർ നേരം നമുക്ക് ഒരുമിച്ച് കിട്ടുക. അതേപോലെ നമ്മൾ കുറേ ഗെയിംസും ഡാൻസും പരിപാടികളൊക്കെ നമ്മൾ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാം അടിപൊളിയായിട്ട് നടത്തണം. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന് നിങ്ങളെയും കൂടെ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മളുടെ ഗെറ്റ് ടുഗദർ നടക്കുന്ന ലൊക്കേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അഷ്ടമുടി കായലിൻ്റെ അരികിലായിട്ടുള്ള നമ്മളുടെ വലിയവിള റിസോർട്ടായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് ദ റാവീസ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ഒരുവിധം എല്ലാവർക്കും പരിചയമായിരിക്കും. അതിൻ്റെ തൊട്ട് അടുത്തായിട്ട് വരുന്നതാണ് വലിയവിള റിസോർട്ട്. അതായിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു റിസോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര ഫാമിലീസ് ഒത്തുചേരുന്നത് കൊണ്ട് തന്നെ ഫാമിലീസിന് എല്ലാവരും ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. നമുക്ക് റൂംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ ആയിരുന്നു ഇപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ നമ്മളുടെ റൂമിൻ്റെ പുറത്ത് വരുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഫുള്ളും നമ്മളുടെ കായൽ തീരത്ത് ചുറ്റിക്കിടക്കുന്നതായതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നമ്മളുടെ കായൽ വെള്ളം കാണാൻ പറ്റും. നല്ല ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മുടെ പരിപാടി നടത്താൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലം. അതിൻ്റെ മുകളിലായിട്ടായിരുന്നു നമ്മൾ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മുടെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ചെറിയൊരു മീറ്റിങ്ങും ഒക്കെ ഇവിടെ നിന്ന് ഒത്തുകൂടിയതിന് ശേഷമാണ് നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നമ്മൾ താഴെ പോയിട്ട് നമ്മളുടെ റിസോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലായിരുന്നു. നമ്മൾ 100 പേരോളം ഉണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനായിട്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല രീതിയിൽ, അതുപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ പ്രൈസ് എടുത്ത് പറയേണ്ടതായിരുന്നു. ഇത്രയും ഫാമിലീസിന് ഒരുമിച്ച് വരുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടെ ആയിരുന്നു ഈ ഒരു വലിയവിള റിസോർട്ട്. നമ്മുടെ ട്രഷററായി നമ്മുടെ ഫണ്ട് സ്വരൂപിച്ച് നമ്മുടെ പണം ചെലവാക്കി അവസാനം താഹ്റാത്തെയും അൻസാരിക്കായെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു എല്ലാവരും താഴോട്ട് വരണേ. ഇനി മത്സരങ്ങൾ തുടങ്ങുകയാണ്. താഴോട്ട് ആഘോഷ കമ്മിറ്റി ഷാജിക്കായും നൗഷീർക്കായും അവതരിപ്പിക്കുന്ന ലെമൺ ആൻഡ് സ്പൂൺ. നമുക്ക് ആദ്യമേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരുന്നു നമ്മൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലെമൺ ആൻഡ് സ്പൂൺ തന്നെ ആയിരുന്നു. അതിൽ എനിക്ക് എല്ലാ ഫാമിലീസും കളിച്ച ഗെയിം എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം വീഡിയോ ഭയങ്കര വലുതാവും. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സായിട്ട് മാത്രമേ ഞാൻ നമ്മുടെ വീഡിയോ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കായൽ തീരത്തിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. നല്ല തണുത്ത കാറ്റ് അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ട് നല്ല സുഖമായിരുന്നു നമുക്ക് ഗെയിംസൊക്കെ കളിക്കാൻ. വേറെ എവിടെയും കൈ പോകാൻ പാടില്ല. കൈ വേറെ എവിടെയും തൊടാൻ പാടില്ല. പേപ്പറിൽ തൊട്ടാ വേറെ എവിടെയും തൊടരുത്. പ്രോത്സാഹിപ്പില്ല. കൈ എടുത്ത് പെട്ടെന്ന് സമയം കളയാൻ പാടില്ല.
സമയം കളയാൻ പാടില്ല. ഹലോ, അപ്പം നമ്മളുടെ കുടുംബസംഗമത്തിന്റെ ഏതാനും പ്രോഗ്രാംസ് ഒക്കെ ഒരുവിധം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 പ്രോഗ്രാംസ് ഇപ്പൊ കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനിയിപ്പം അടുത്തത് നമുക്ക് ലഞ്ച് ടൈമാണ്. ഫുഡെല്ലാം നമ്മളിവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ഇനി അടുത്ത പ്രോഗ്രാംസ് നടക്കും. ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള റിസോർട്ട്. ഈ ഒരു സൈഡ് ഫുൾ നമ്മളെ കാർ പാർക്കിങ്ങിന്റെ ഏരിയ. ആ കാണുന്ന ഏരിയ ആണ് കേട്ടോ റിസോർട്ടും. അവിടെ വെച്ചാണ് നമ്മൾ പരിപാടീസൊക്കെ നടത്തുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കാർ പാർക്കിങ്ങിനാണേലും നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറിനാണേലും എല്ലാം നടത്താനുള്ള നല്ല സൗകര്യമുണ്ട്. അതുമാത്രമല്ല കായൽത്തീരത്തായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്. വെയിൽ ഉണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഉച്ച സമയം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3-4 മണി ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ ഒന്ന് താഴുമ്പോൾ നല്ല സുഖമായിരിക്കും. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഹായ് പറഞ്ഞേ. ഹായ്. നമ്മളുടെ പ്രോഗ്രാംസിൽ കുറേ ഗെയിംസ് ഉണ്ട്. കുറേ ഗെയിംസ് എന്ന് പറയുമ്പം ഒരു ഗെയിം തന്നെ ഒരു 4-5 സെക്ഷനായിട്ട് വേണം കളിക്കാൻ. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു എന്താ പറയുക 3-4 സെക്ഷനായിട്ട് ഗെയിം കളിക്കും. അതിൽ നിന്ന് ലാസ്റ്റ് നമ്മൾ വിന്നേഴ്സിനെ എല്ലാവരെയും കൂട്ടിയിട്ട് വീണ്ടും അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. എങ്കിൽ എല്ലാ ഗെയിംസിൻ്റെ ഓരോ സെക്ഷനായിട്ട് ഞാൻ പറ്റുന്ന പോലെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഭയങ്കര വലുതാവും. ഈ ഒരു വീഡിയോ അത്യാവശ്യം വലുത് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ഒന്നും കൂടെ ഭയങ്കര വലുതായി പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാനും ബോറിംഗ് ആയിരിക്കും. എനിക്കൊരു സുഖം തോന്നില്ല വലിയ വീഡിയോ ഒക്കെ ഇടാൻ. അപ്പോൾ പറ്റുന്ന പോലെ അത്യാവശ്യം എല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് നമ്മളുടെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചെറിയ 2 ഗെയിംസ് ഉണ്ടായിരുന്നു. ക്വിസ് പിന്നെ കസേരകളി മേലിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷെയറും കയറുമായിരിക്കും കളിക്കാൻ. അപ്പോൾ ഫുഡിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷെ ഞാൻ വേറെ നമുക്ക് ഗ്രൂപ്പിൽ ഫോബിയൻ്റെ വീഡിയോസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിനകത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. എനിക്കായിട്ട് എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് കുഞ്ഞ് കുറച്ച് ഇതായതാണ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ കസേര കളി മുകളിൽ നടന്നുകൊണ്ടിരിക്കുക. കസേര കളിക്ക് കയറിയില്ല, കാരണം കാല് ചെറുതായിട്ടൊരു പണി തന്നു. അത് കാരണം കയറിയില്ല. അപ്പോൾ അതേ നമ്മളുടെ കായലിൻ്റെ അരികിൽ വന്നിങ്ങനെ ഇരിക്കണം. നല്ല കാറ്റ്, ഭയങ്കര സുഖമുണ്ട്. ഉച്ചയ്ക്ക് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ബോട്ടിങ്ങിന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്ന എല്ലാവരും ബോട്ടിങ്ങിന് പോയി. ഞാനും ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം ബോട്ടിങ് എനിക്ക് വലിയ താല്പര്യം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഈ ബോട്ടിങ്ങിന് പോകാത്ത നമ്മളുടെ കുറച്ച് മുതിർന്ന നമ്മളുടെ ഉമ്മമാരുടെ ടീംസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഒപ്പന പ്രാക്ടീസ് ചെയ്യാണ്. നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ അല്ലേ എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു കളിയും ചിരിയൊക്കെ ആകുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ. വീഡിയോ ഇല്ല, അനങ്ങല്ലേ ആരും അനങ്ങല്ലേ. ഇങ്ങോട്ട് നോക്കണേ. അനങ്ങല്ലേ. ലാസ്റ്റ് പ്രോഗ്രാം നടക്കുന്ന ടൈമിൽ എനിക്ക് ഇവരുടെ ഒപ്പനയുടെ പാട്ടോടുകൂടി ഈ ഒരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ യൂട്യൂബിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാണാം, കോപ്പിറൈറ്റ് വീരുന്നത് കൊണ്ട് ഞാൻ മ്യൂസിക്സ് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് വോയിസ് ഓവർ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണുന്ന ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നും, ഇത്രയും പ്രായമായില്ലേ, താത്താമാരായില്ലേ, എന്നിട്ടാണോ ഈ തുള്ളുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ഇത് നമ്മളുടെ മാത്രം കുടുംബത്തിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇവിടെ അന്യരാരും ഇല്ല, എല്ലാവരും ഒരു കുടുംബമാണ്. അത് മാത്രമല്ല ഈ ഒരു ടൈമിലല്ലേ ഇവരുടെയൊക്കെ ഈ ഒരു സന്തോഷവും ചിരിയും കളിയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. അവർ കളിക്കട്ടെ, അവർ നമ്മളെപ്പോലെ മനസ്സുള്ള ആൾക്കാരല്ലേ, അവർക്കും പല ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ കുടുംബ സമേതത്തിൻ്റെ, നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും. ഇതിലെനിക്കെല്ലാം ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഭയങ്കര വലുതാവും. അങ്ങനെ വലുതായി കഴിഞ്ഞാൽ അത് കാണുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ
ഫാമിലീസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.